പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ ഞായറാഴ്ചയിൽ ദൈവത്തിൻ്റെ വചന സന്ദേശം പലയിടങ്ങളായിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി സകല മഹത്വമാനും സ്തുതിയും സ്തോത്രവും കുറേ പ്രാർത്ഥനയോടെ ആദരവോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പണം ചെയ്യുന്നു. കുറേ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 5-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമോസിന്റെ മകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിനോട് ചെന്നിട്ട് പറയുകയാണ്, നിന്റെ ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിക്കും, നിന്റെ കണ്ണുനീർ ദൈവം കണ്ടിരിക്കുന്നു, നിന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു എന്നീ സമാധാനത്തിന്റെ ദൂതുകൾ, ആലോചനകൾ, ദൈവശബ്ദം ഹിസ്കിയാവിനോട് ദൈവം പറയുകയാണ്. ആദ്യം ചെന്ന് പറയുന്ന തൻ്റെ കുറവുകളാണ്. 38-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വചനം പഠിക്കുന്ന ദൈവമൊക്കെ അറിയാൻ പഠിക്കുമ്പോൾ തൻ്റെ കുറവിനെ അവിടെ കാണാൻ കഴിയുന്നു. നീ നിന്റെ ഗൃഹക്കാര്യം ക്രമത്തിലാക്കണം, അല്ലെങ്കിൽ നീ മരിച്ചു പോകും, മടങ്ങി വരണം എന്നൊക്കെ പറയുമ്പോൾ ഹിസ്കിയാവ് എന്നാൽ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് താൻ മൗനം പാലിച്ചില്ല. പിന്നെയോ യെശയ്യാ പ്രവാചകൻ വീട്ടിന് മുറ്റത്ത് നിന്ന് ആലോചന പറഞ്ഞിട്ട് ഇറങ്ങുന്നതിന് മുമ്പായി താൻ ദൈവത്തോട് തിരിഞ്ഞ് മടങ്ങി വന്നു. തൻ്റെ കുറവുകൾ എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു. താൻ മുഴങ്കൽ മടക്കി ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുവാനിടയായി തീർന്നു. എന്നാൽ തൻ്റെ കണ്ണുനീർ ദൈവം എന്ത് ചെയ്തു? കണ്ട് തൻ്റെ ദുഃഖത്തെ, വേദനയെ ദൈവം എന്താക്കി മാറ്റി? സന്തോഷമാക്കി മാറ്റി. ഞാൻ ഈ വചന സന്ദേശം ശ്രദ്ധി ദൈവമക്കളോട് ഞാൻ പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞ് വേണ്ടും പോലെ ദൈവത്തിൽ മടങ്ങി വന്നാൽ നമ്മുടെ കണ്ണുനീരിനെ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ ഒത്തിരി കണ്ണുനീര് കുടിച്ചവരാ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിറ കണ്ണോടുകൂടി ആയിരിക്കാം നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുന്നത്. കണ്ണുനീരിലൂടെ കടന്നു പോകാത്ത ആരുമില്ല. എന്നാൽ ഞാനൊരു ആലോചന പറയാം. എന്നും നിങ്ങളുടെ കണ്ണുനീർ ഇങ്ങനെ നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല, തുടർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ 2024 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വചനം ശ്രദ്ധിക്കുന്നവരോട്, ഞാൻ ഏറ്റെടുക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ കണ്ണുനീരിനെ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കരയാത്തവരാരുമില്ല. സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എപ്പോഴും ഹാപ്പി, സന്തോഷമായി, നല്ല സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ദൈവമക്കൾ. എന്നാൽ ശത്രുവായവൻ നമ്മെ കരയിപ്പിച്ച്, വേദനിപ്പിച്ച്, നിരാശപ്പെടുത്തി എന്തിന് ജീവിച്ചിരിക്കണം, ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം, മരിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയുടെ മുന്നോട്ട് കടന്നു പോകുകയാ. ദൈവമക്കളോട് ഞാൻ പറയാം, ആമേൻ. എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുവാൻ ചിന്തിക്കുന്നതിന് മുമ്പായി, ഈ ഭൂമിയിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പായി ദൈവമക്കളെ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ദുഃഖത്തെ, നിങ്ങളുടെ കണ്ണുനീരിനെ സന്തോഷമാക്കുന്ന, നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് അതാണ് പറഞ്ഞത്, എൻ്റെ ദുഃഖത്തെ, എൻ്റെ വിലാപത്തെ എൻ്റെ ദൈവം എന്ത് ചെയ്തു? നൃത്തമാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ, വർഷങ്ങളായി, ആണ്ടുകളായി നിങ്ങളുടെ കുടുംബത്തിനകത്തളങ്ങളിൽ കണ്ണുനീര് ശത്രു അയച്ച് അവൻ താണ്ഡമാടുന്നെങ്കിൽ ആത്മാവ് ഞാൻ കൈമാറാം. നിങ്ങളുടെ ദുഃഖത്തെ, നിങ്ങളുടെ വേദനയെ, നിങ്ങളുടെ കണ്ണുനീരിനെ സന്തോഷപൂർണമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു മാതാവ്, ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അവർ ഭയങ്കര വേദനയാണ്, കണ്ണുനീരാ. 1000 അസ്ഥികൾ പിടിച്ചൊടിക്കുന്നതിന് തുല്യമാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ, പ്രസവിക്കുമ്പോഴുള്ള വേദന. എന്നാൽ ആ കുഞ്ഞങ്ങോട്ട് പ്രസവിച്ച് കഴിയുമ്പോൾ ആ മാതാവ് പിന്നെ എന്ത് ചെയ്യുന്നില്ല? ആ വേദന ഓർക്കുന്നില്ല. ആ കുഞ്ഞ്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നത് കൊണ്ട് ഒരിക്കലും ആ മാതാവ് പിന്നെ എന്ത് ചെയ്യുന്നില്ല? തൻ്റെ കണ്ണുനീര് ഓർക്കുന്നില്ല, നോക്കുന്നില്ല. ഭയങ്കര സന്തോഷം നമുക്ക് കാണാൻ കഴിയും. അല്പം മുമ്പ് താൻ അനുഭവിച്ച വേദന, കണ്ണുനീര്, ആ വലിയ പ്രതിസന്ധി, ആ കണ്ണുനീര്, വേദന താൻ എന്ത് ചെയ്യുന്നില്ല? ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പിന്നെ താൻ ഓർക്കുന്നില്ല. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ, ആ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ ആ മാതാവ് എന്ത് ചെയ്യുന്നു? വളരെ സന്തോഷവതിയാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഞാൻ കൈമാറാം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ വേദനകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷത്തിനാണെന്ന് തിരിച്ചറിയണം. മറ്റാർക്കുമില്ലാത്ത കണ്ണുനീരും, മറ്റാർക്കുമില്ലാത്ത വേദനകളും, മറ്റാർക്കുമില്ലാത്ത ഒറ്റപ്പെടലുകളും പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറാം. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അത് വലിയൊരു സന്തോഷത്തിനാണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു:
അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടാ. ഈ ഭൂമി ജീവിക്കുമ്പോൾ ദുഃഖവും കണ്ണുനീരും ഉണ്ട്. എന്നാൽ ഈ ദുഃഖവും കണ്ണുനീരെല്ലാം എന്ത് ചെയ്യും? ഓടിപ്പോയി നാം സന്തോഷം പ്രാപിക്കും. നിത്യാനന്ദം നമ്മുടെ തലമേലുണ്ടാകും. എവിടെയാണ്? നിത്യതയിൽ. പ്രിയമുള്ളവരെ, ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് കണ്ണുനീരുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ഇപ്പോൾ ദുഃഖമാണെങ്കിൽ നാളെ സന്തോഷം കിട്ടും. എന്നാൽ നാളെ സന്തോഷമാണെങ്കിൽ പിന്നെ ദുഃഖമായി മാറും. എപ്പോഴും നമ്മൾ ഒരുപോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്നില്ല. ജീവിതത്തിലകത്ത് എപ്പോഴും കഷ്ടതകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദകളും പരിഹാസങ്ങളൊക്കെ കടന്നു വരാം. എന്നാൽ വചനം നമുക്ക് വാഗ്ദത്തം നൽകുകയാണ്, ഉറപ്പ് നൽകുകയാണ്. എന്നേക്കുമായി നമ്മുടെ കണ്ണുനീരിനെ ദൈവം തുടച്ചു നീക്കി നിത്യാനന്ദം നമ്മുടെ തലമേൽ പകരും. ദുഃഖവും നെടുവീർപ്പും കണ്ണുനീരൊക്കെ എന്ത് ചെയ്യും? ഓടിപ്പോകും. എപ്പോഴാ? കർത്താവിന്റെ സന്നിധിയിൽ, നിത്യതയിൽ, ദൈവരാജ്യത്തിൽ. ഇരുട്ടുകൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്ത് രോഗവും കഷ്ടതയും ദുഃഖവും പട്ടിണിയും പരിവട്ടവും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്നെ പരിഹാസമൊക്കെ ആയ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് വലിയൊരു സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ജീവ ഉറവ തുറക്കപ്പെടുന്ന ആ നിത്യതയിൽ നമുക്ക് രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത ഒരു സ്വർഗരാജ്യം, ഒരു ദൈവസന്നിധിയിൽ നിത്യത, ദൈവരാജ്യം കർത്താവ് നമുക്ക് വേണ്ടി ഉയരങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത് നല്ലത്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ വാസസ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ദുഃഖത്തിൽ കിടക്കുന്ന, കണ്ണുനീരിൽ കിടക്കുന്ന, വേദനയിൽ കിടക്കുന്ന നമ്മെ കർത്താവ് ആശ്വസിപ്പിച്ച് സമാധാനത്തിന്റെ സന്തോഷം നൽകുന്ന ദൈവം നമ്മെ എന്ത് ചെയ്യും? നിത്യത്തിലേക്ക് എടുക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഞായറാഴ്ചയിൽ വചനം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നോക്കി ഞാൻ പറയാം, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും നിന്ദകളും പരിഹാസങ്ങളും കണ്ണുനീരുകളും വേദനകളും ദുഃഖങ്ങളാണ് മുമ്പിലുള്ളത്. തീർച്ചയായും ഈ വേദനകളെ, കണ്ണുനീരുകളെ, ദുഃഖങ്ങളെ കാണുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ഭാരങ്ങളെ മാറ്റുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ കണ്ണുനീരോടെ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നോക്കി ഞാൻ കൈമാറാ. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന, നിങ്ങളുടെ കണ്ണുനീരിനെ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ ആ ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. നമ്മുടെ കണ്ണുനീര് ദൈവം സന്തോഷമാക്കി മാറ്റും. ഏത് കഷ്ടതയിലാണോ കടന്നു പോകുന്നത്, ആ കഷ്ടത മാറ്റി ദൈവം നമുക്ക് സന്തോഷം നൽകി തരും. അതിനാൽ ഈ വചനം നമ്മൾ ഏവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ആശ്വാസം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.